ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. നമുക്കിന്ന് നമ്മുടെ ഭദ്രകാളി അമ്മ എന്താണ് നിങ്ങളോട് അരുൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ പറ്റി ആലോചിക്കുക. ഇതിനെന്താണ് എനിക്കൊരു പ്രതിവിധി, ഞാൻ എന്ത് ചെയ്യണം എന്ന് അമ്മയോട് പറയാം. അമ്മയെ നന്നായി ധ്യാനിക്കാം. ഇനി നമുക്ക് റീഡിംഗ് നോക്കാം. അമ്മ കാണുന്നു, നിങ്ങൾ വളരെയധികം ദുഃഖത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നു. ഹൃദയവേദന കൂടുന്നു. പോയതിനെ ഓർത്ത് കരയുന്നു. ചിലരോ പോയ ആൾക്കാരെ പറ്റി ആലോചിച്ച് എൻ്റെ അടുത്തില്ലല്ലോ എന്ന് ആലോചിച്ച് കരയുന്നു. ഉറങ്ങാൻ കഴിയുന്നില്ല അമ്മേ. ചിന്തിച്ച് എൻ്റെ തലയെല്ലാം പൊട്ടുന്ന പോലുണ്ട്. എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. ഈ വീടൊരു നരകമായി മാറിയിരിക്കുന്നു. എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം എന്നെ ദ്രോഹിക്കുന്നു. ഈ ഒരു അവസ്ഥ മാറ്റി തരണേ അമ്മേ, എന്നെ കൈവിടിയല്ലേ എന്നിങ്ങനെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതെല്ലാം അമ്മ കാണുന്നുണ്ട്. നിങ്ങളെ കളിയാക്കുന്നവരെയും നിങ്ങളെ ഉപദ്രവിക്കുന്നവരെയും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നവരെയും എല്ലാം അമ്മ കാണുന്നു. അമ്മ പറയുന്നു, നീ വിഷമിക്കേണ്ട മോനെ. നിന്നെ ആരാണോ ചവിട്ടി താഴ്ത്തിയത് അവരുടെ മുമ്പിൽ നിന്നെ ഞാൻ ഉയർത്തുന്നു. നീ നിൻ്റെ ജോലി മാത്രം ചെയ്യുക. ദാരികനെ കൊന്ന് ധർമ്മം ജയിച്ചവളാണ് ഞാൻ. നിനക്കായി ഞാൻ വരുന്നു. എൻ്റെ മക്കളെ വേദനിപ്പിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ വരുന്നു. നീ വിഷമിക്കേണ്ട. നിൻ്റെ ശത്രുക്കളെ ഞാൻ അറിയുന്നു. ഈ സമയം അവർക്ക് അമ്മ കൊടുക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലിയത് അവർക്ക് കൊടുത്തിരിക്കും അമ്മ. അമ്മ പറയുന്നു, നീ അവരെ ആലോചിച്ച് തല പുകയ്ക്കണ്ട. നിൻ്റെ തലയ്ക്ക് വേദന നീ കൊടുക്കണ്ട. അമ്മയുണ്ട് കൂടെ. അമ്മ അരുൾ ചെയ്യുന്നു, പ്രതികാരം നിങ്ങളുടേതല്ല. നിങ്ങളുടെ ഊർജം കളയരുത്. പ്രതികാരം ചെയ്ത് അവരുമായിട്ട് വാക്തർക്കത്തിൽ ഏർപ്പെട്ട് നിങ്ങളുടെ ഊർജം കളയരുത്. അമ്മ വരും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അമ്മ ചോദിക്കും, നിന്നെ കഷ്ടപ്പെടുത്തിയവരുടെ മുമ്പിൽ നിൻ്റെ കൺമുമ്പിൽ കാട്ടിത്തരും. നീ കാണാനായി ഇരിക്കാം. നീ ഒന്നും ചെയ്യണ്ട. ആ പ്രതികാര ബുദ്ധിയൊക്കെ നീ മാറ്റും. അമ്മ ചെയ്യും. നിൻ്റെ ശത്രുക്കളുടെ സർവനാശമാണ് ഇനി വരാൻ പോകുന്നത്. അത് നിൻ്റെ കണ്ണിൽ തന്നെ നിനക്ക് കാണാൻ സാധിക്കും. നീ അവരെ നോക്കിക്കോ. ദിവസവും അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ഓം ക്ലീം കാളികായേ നമഃ ഇങ്ങനെ 11 തവണ ചൊല്ലണം. അങ്ങനെ ചൊല്ലി അമ്മയുടെ അടുത്ത് കുറച്ചും കൂടെ അടുക്കുക. അമ്മേ, എനിക്ക് രക്ഷ തരൂ. അവർക്ക് ഇന്ന ദ്രോഹങ്ങൾ കൊടുക്കൂ എന്നല്ല പറയേണ്ടത്. എന്നെ രക്ഷിക്കൂ. എനിക്ക് മനസമാധാനം തരൂ. അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. അവരെ ഇന്നത് ചെയ്യൂ എന്ന് അമ്മയോട് നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അമ്മ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങളുടെ ശത്രുക്കളുടെ സർവനാശം, വെറും നാശമല്ല, സർവനാശം, മുച്ചൂടും മുടിപ്പിക്കും. നോക്കൂ. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ നാരങ്ങ വിളക്ക്, ഒരു നാരങ്ങ വിളക്ക് കത്തിച്ച് വെക്കണം. ഓക്കെ. അത് എൻ്റെ ശത്രുക്കളുടെ ദോഷം മാറ്റണേ അമ്മേ, എന്നെ കാത്തുകൊള്ളണേ അമ്മേ, എനിക്ക് മനസമാധാനം തരണേ. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെയും എൻ്റെ കുട്ടികളെയും എൻ്റെ വീട്ടിലുള്ളവരെയെല്ലാം സംരക്ഷിക്കണേ അമ്മേ. അമ്മയിൽ ഞാൻ ശരണം പ്രാപിക്കുകയാണ് എന്ന് നിങ്ങൾ പറഞ്ഞ് വേണം വിളക്ക് കത്തിക്കാൻ. അല്ലാതെ അവർക്ക് ഇന്നത് കൊടുക്കുക എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യമേ ഇല്ല. അതുപോലെ തന്നെ ചൊവ്വാഴ്ച ഒരു മണി വരെയെങ്കിലും നിങ്ങൾ മൗനവ്രതം ആചരിക്കുന്നതും നന്നായിരിക്കും. കാരണം നിങ്ങളുടെ അത്രയും ശക്തി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ശക്തി നിങ്ങൾ വെറുതെ സംസാരിച്ചും വഴക്കിട്ടും നിങ്ങളുടെ ശക്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ ഉച്ചവരെ ഈ മൗനവ്രതം ആചരിക്കുന്നത് വളരെ നല്ലതാണ്. അമ്മയെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. അമ്മയെ പ്രാർത്ഥിക്കുക, ഡെയിലി ചെയ്യുക. സമാധാനത്തോടെ ഇരിക്കുക. നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോകുന്നു. ജയ് ഭദ്രകാളി.